ഹലോ ഗൈസ്, ഇന്ന് പറശ്ശിനിയിലെ മുത്തപ്പനെ കാണുന്ന ഒരു വ്ളോഗ് ആയാലോ. ഇന്നലെ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. ഇന്നലെ നൈറ്റ് ടൈം പറശ്ശിനിക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിവിടെ തന്നെയുള്ള ലോഡ്ജിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. 6 മണിക്കാണ് മുത്തപ്പ വെള്ളാട്ടം നിറഞ്ഞുകൊണ്ട് 5 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് ചെയ്തത്. എൻ്റെ വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ രാവിലെ വിട്ടാലേ നമുക്ക് രാവിലത്തെ ഇവിടുത്തെ വെള്ളാട്ടം കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് സമാധാനത്തിൽ പോയി കാണുകൊണ്ടാണ് നമ്മൾ അവിടെ റൂമൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായത്. അപ്പോൾ അവിടത്തോട്ട് ചെന്നു, ഭയങ്കര സമാധാനമായിരുന്നു. പക്ഷേ വിചാരിച്ചതിന് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്നെ മില്ലടിപ്പിച്ചൊരു നായിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ നായിയാണോ അതെന്നറിയില്ല. എന്തായാലും അവിടുത്തെ നായ്ക്കളൊക്കെ ഞാൻ തൊടാറുണ്ട്. അപ്പം അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു. ഉള്ളിൽ ചെണ്ടമുട്ടൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നട തുറന്നിട്ടില്ല. അത് കഴിഞ്ഞ് എല്ലാവരും ഉള്ളിലോട്ടേക്ക് കയറി. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. കർണാടകക്കാർ അങ്ങനെ കുറേ ആൾക്കാർ, കൊട്ടിയൂർ സീസണല്ലേ, അപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വെള്ളാട്ടം ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കുന്നത്, കണ്ണിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ആസ്വദിക്കാൻ. അങ്ങനെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ മുത്തപ്പനെ കാണുന്നത്. അപ്പം നേർച്ച കൊടുക്കുന്ന ടൈമായിട്ട് നല്ല തിരക്കായി. അപ്പോൾ ഈ നായ്ക്കൾ കാണുമ്പോൾ എല്ലാവരും വയ്ക്കുക എന്താ മുത്തപ്പനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാലോ. അപ്പോൾ മുല്ലപ്പൊക്കെ വാങ്ങി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. പിന്നെയാണ് ഭയങ്കര സങ്കടം ഉണ്ടായി. ഉള്ളിലോട്ട് ചെന്നിട്ട് നോക്കുമ്പോൾ ഇനി നേർച്ച കൊടുക്കരുത്, കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ കൊടുക്കരുത്, കുറച്ച് കഴിയണം എന്ന് പറഞ്ഞിട്ട് ചങ്ങലേക്ക് ഇതാക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ആര് എന്ത് ചെയ്ത ഭാഗ്യം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മുത്തപ്പന് പൈസ കൊടുക്കുക, ഉള്ളിലോട്ട് ഇതാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ മുത്തപ്പന് നേർച്ച കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കണ്ണൊക്കെ നിറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇനിയെന്താ മാറി നിൽക്കുന്നേ, സന്തോഷമായില്ലേന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായതില്ലേ. എന്നോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത്രയും ആൾക്കാരുണ്ട് അവിടെ. ചെറിയത്തപ്പനും വലിയത്തപ്പനും പൈസ കൊടുത്തു. ഞാൻ ഒരു കൊല്ലമായിട്ടുണ്ടാവും മുത്തപ്പന് പൈസയൊക്കെ കൊടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട്. നോർമലായിട്ട് വീട്ടിൽ കൂടൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളാട്ടൊക്കെ ഉണ്ടാകുമ്പോൾ മുത്തപ്പൻ നമ്മളോട് കുറേ ആയിട്ട് സംസാരിക്കുക. പക്ഷേ പറശ്ശിനിക്ക് പോയപ്പോൾ ആദ്യമായിട്ട് എന്നോട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പൈസ കൊടുത്ത് തലയിൽ ഇങ്ങനെ അനുഗ്രഹം കിട്ടാന്നല്ലാണ്ട് ഇതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പോക്ക് പോയപ്പോൾ എന്നോട് സംസാരിച്ച് അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി. പിന്നെ 2 കിളികളൊക്കെ ഉണ്ടാവും. ഓരോന്ന് സൗന്ദര്യപ്പെടുക്കത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ ഓരെ കൊണ്ട് 2 വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് സമാധാനമായിട്ട് അവിടെ നിന്ന്. സമയം കൂടുന്തോറും ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ രാവിലെ വന്നതായതുകൊണ്ട് തിരിക്കേണ്ട പ്ലാൻ ആയിരുന്നു. അതിലിടക്ക് എൻ്റെ ആ മില്യൺ അടുപ്പിച്ച് വീഡിയോ വഴി കമ്പനിയായി അവിടെ തന്നെ ഉള്ളൊരു ചങ്ങായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്ന് അവനോട് സംസാരിച്ചു. ഞാൻ അവൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. സൗരവ് എന്നാണ് പേര്. പിന്നെ മുത്തപ്പൻ്റെ ഇടയ്ക്കടയിൽ നിന്ന് കുറച്ച് സമാധാനപരമായി നേരെ ചായ കുടിക്കാൻ പോയി. പിന്നെ നമ്മൾ മെയിൻ സംഭവമാണ് ഈ ചായയും ഈ മമ്പയറും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ 2-3 ഇയറിങ്സ് ഒക്കെ വാങ്ങി നമ്മളങ്ങനെ ഇറങ്ങി. അപ്പം ഓക്കെ, ബൈ ഗായ്സ്.